ഹായ് ഫ്രണ്ട്സ്, PSC പഠിപ്പുരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഒക്ടോബർ 22 കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. 2025 ഒക്ടോബറിൽ ധാതു ഖനന കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങൾ US, ഓസ്ട്രേലിയ. 2025 ഒക്ടോബറിൽ ധാതു ഖനന കരാറിൽ ഒപ്പിട്ട രാജ്യങ്ങളാണ് US, ഓസ്ട്രേലിയ. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ സാഹിത്യ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ജോസഫ് മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരത്തിന് അർഹനായത് NS മാധവൻ. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് സമ്പൂർണ്ണ സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടത്? UK. ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലാണ് സമ്പൂർണ്ണ സാമ്പത്തിക വ്യാപാര കരാറിൽ ഒപ്പിട്ടത്? UK. 2025 ഒക്ടോബറിൽ 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് നിക്കോളാസ് സർക്കോസി. 2025 ഒക്ടോബറിൽ 5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ച മുൻ ഫ്രഞ്ച് പ്രസിഡന്റാണ് നിക്കോളാസ് സർക്കോസി. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വാത്സല്യം. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാണ് PJ വർഗീസ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ സന്തോഷ് ട്രോഫി താരമാണ് PJ വർഗീസ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും പ്രശസ്ത ചെസ് കമാൻഡറുമായ വ്യക്തിയാണ് ഡാനിയൽ നരോദസ്കി. 2025 ഒക്ടോബറിൽ അന്തരിച്ച അമേരിക്കൻ ചെസ് ഗ്രാൻഡ് മാസ്റ്ററും പ്രശസ്ത ചെസ് കമാൻഡറുമായ വ്യക്തിയാണ് ഡാനിയൽ നരോദസ്കി. കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ. കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് എ പ്രഗ്നന്റ് വിഡോ. സംവിധാനം ഉണ്ണി KR ആണ് സംവിധാനം. ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്കുള്ള ഏക മലയാളം എൻട്രിയാണിത്. പ്രമാടം കുടിവെള്ള പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അച്ചൻകോവിലാറ്. പ്രമാടം കുടിവെള്ള പദ്ധതി ഏതു നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അച്ചൻകോവിലാറ്. 2025 ഒക്ടോബറിൽ ഷിപ്പ് ബിൽഡിംഗ് സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചി. 2025 ഒക്ടോബറിൽ ഷിപ്പ് ബിൽഡിംഗിന് സമ്മിറ്റിന് വേദിയാകുന്നത് കൊച്ചി. സ്വിറ്റ്സർലാൻഡിലെ IQ എയർ പുറത്തുവിട്ട മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ന്യൂഡൽഹി. സ്വിറ്റ്സർലാൻഡിലെ IQ എയർ പുറത്തുവിട്ട മലിനീകരണം കൂടിയ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിയത് ന്യൂഡൽഹി. 5ാം സ്ഥാനം മുംബൈയാണ്. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സനൈ തകൈച്ചി. ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സനൈ തകൈച്ചി. കേരളത്തിന്റെ തനത് ആട് ഇനമായ മലബാറിയുടെ വംശനാശം ഒഴിവാക്കാൻ കാസർഗോഡ് ബേഡാഡുക്കയിൽ 1000 ആടുകൾക്കുള്ള ഫാം ഒരുക്കി മൃഗസംരക്ഷണ വകുപ്പ്. കേരളത്തിന്റെ തനത് ആട് ഇനമായ മലബാറിയുടെ വംശനാശം ഒഴിവാക്കാൻ കാസർഗോഡ് ബേഡഡുക്കയിൽ 1000 ആടുകൾക്കുള്ള ഫാം ഒരുക്കി മൃഗസംരക്ഷണ വകുപ്പ്. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദളിത് നേതാവുമായിരുന്ന വ്യക്തിയാണ് യോഗേന്ദ്ര മക്വാന. 2025 ഒക്ടോബറിൽ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് ദളിത് നേതാവുമായിരുന്ന വ്യക്തിയാണ് യോഗേന്ദ്ര മക്വാന. നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നന്ദി.